ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഗ്രീൻ പീസ് കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ റെസ്റ്റോറൻറ്റിനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് വരുന്ന കുറുമക്കറിയാണ്. അപ്പോൾ ചില സ്ഥലത്തു നിന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കുറുമക്കറി ഒരു പച്ച ടേസ്റ്റ് വരാറുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് കുറുമക്കറി അധികം ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഇത് പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അടിപൊളി സ്വാദിലുള്ള കുറുമക്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ 1.5 കപ്പ് ഗ്രീൻ പീസ് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം വേണ്ട, അതിൽ ഒരു സ്വല്പം താഴെയായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 6 മിനിറ്റ് കുക്ക് ചെയ്യുക. 6 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. സ്റ്റീം പോയിട്ട് തുറന്നാൽ മതി. അപ്പോൾ ഈ ഗ്രീൻ പീസ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം. 2 മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്, 1 മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്, 2 ചെറിയ പൊട്ടാറ്റോയും 1 മീഡിയം ക്യാരറ്റും എടുത്തിട്ടുണ്ട്. എല്ലാം തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതെല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ 250 ml കപ്പിലാണ് മെഷർമെന്റ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, ക്യുമിൻ സീഡ്സ്. 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്കസും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് കൊടുത്തിട്ടുള്ളത്. കസ്കസ് എന്ന് പറയുമ്പോൾ ഈ ഈസ്റ്റിന്റെ പോലെ ഇരിക്കുന്ന നമ്മുടെ ഗരം മസാലയൊക്കെ വാങ്ങുമ്പോൾ അതിൽ കാണാറില്ലേ, വെളുത്ത തരികൾ പോലെയുള്ള, അതാണ് കേട്ടോ. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കാഷ്യൂ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു 10-20 എണ്ണം ഉണ്ട് കേട്ടോ. സ്പ്ലിറ്റ് ആയിട്ടുള്ള കാഷ്യൂ ആണ്. അപ്പോൾ ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ മുഴുവനോടെയുള്ള കാഷ്യൂ ആണെങ്കിൽ ഒരു 6-7 എണ്ണം എടുത്താൽ മതി. സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു 10 മിനിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതായത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ആ കുക്കർ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് 6 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വരണം. കുക്കായിട്ടുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ ഒരു എന്താ പറയുക, അത്രയ്ക്ക് നല്ലതല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും കുറുമക്കറി. കറക്റ്റ് പാകത്തിന് വേവിച്ചെടുക്കണം. ഇനി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റ് ഒന്ന് പോയി കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വെജ് കുറുമയുടെ റെസിപ്പിയും കുറേ തരത്തിലുള്ള ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള വെജ് കറീസിന്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എഗ് കറിയുടെയും നോൺ വെജ് റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴന്നതിന് ശേഷമാണ് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നത്. ഇനി വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഇത് കുക്കായി കിട്ടും.
ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ കട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ സ്റ്റീലിന്റെ കടായിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോൺ സ്റ്റിക്കിന്റെ പാനിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിന്റെ പകുതി മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണ്. രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഇട്ട് ചെയ്ത് കൊടുക്കുക. കുറുമയാകുമ്പോൾ അധികം ലൂസിലല്ലല്ലോ ഇരിക്കുക. ആ ഒരു കൺസിസ്റ്റൻസിയിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരട്ടെ. അരപ്പിന്റെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടണം. ഇപ്പോൾ ഒരു 4 മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ടേസ്റ്റൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല സ്വാദുള്ള കുറുമക്കറിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റിലുള്ള കുറുമക്കറിയാണ്. ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി സ്വാദാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കട്ടെ. ആ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരട്ടെ. അതിനുശേഷം നമുക്ക് തുറന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള കുറുമക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.